ഇന്നലെ വൈകിട്ട് മുതൽ ആലോചിക്കുന്നതാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഉണ്ടാക്കാന്ന്. അതേപോലെ തന്നെ രാവിലെ ഇന്ന് ഇടിയപ്പം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതുവരെ ഇടിയപ്പം ഒന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇവിടെ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ അല്ലെങ്കിൽ ഉപ്പുമാവ് എളുപ്പപ്പണികളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണത്തുള്ളൂ. ശരിയാവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതാ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ അതിനകത്ത് കുറച്ചായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പാക്കറ്റ് അരിപ്പൊടിയാണ് അജിമിയുടെ. ഈ കവറിന്റെ ബാക്ക് സൈഡിലായിട്ട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബും കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നിന്നത്. അങ്ങനെ പൊടിയൊക്കെ ഇട്ട് ഇളക്കി ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറി കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ തന്നെ ഒരു 8:30 ആയിരുന്നു. ഞാൻ അധികം ചൂടാറാനൊന്നും നിന്നില്ല. കൈ പതുക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തു. പിന്നെ ഇടയിലെ തട്ടിലേക്ക് എണ്ണ തേച്ച് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഞാൻ നേരത്തെ ചെറിയ വെച്ചതായിരുന്നു. പക്ഷേ ഈ ആവി ആയിട്ട് കഴിഞ്ഞപ്പോൾ തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളറായി വന്നായിരുന്നു. അത് നേരത്തെ ചെറിയ വെച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള സാധനത്തിലേക്ക് മാവൊക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സാധനം എൻ്റെ ഉമ്മ വരുമ്പോൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല കറക്കി എടുക്കാനായിട്ട്. അങ്ങനെ 2 തട്ടിൽ ഞാൻ ഇടിയപ്പം നല്ലപോലെ പീച്ചി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്ത മാവ് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ഒരു 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കറിയായിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് ചിക്കൻ കറി വെച്ചത്. അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇടൊന്ന് വഴറ്റി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന്റെയൊക്കെ പച്ചമണം മാറി വന്നപ്പോൾ അതിനകത്തൊക്കെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ കുറവെന്ന് വന്നപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ചിക്കൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കാനായിട്ട് പറഞ്ഞാൽ നല്ല ധൃതി പിടിച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ചു. ഞാൻ ഒരു 4 വിസിൽ അടിച്ചായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ കറി ആവണമായിരുന്നു എനിക്ക്. അതിന്റെ ആവി കംപ്ലീറ്റ് പോകാനായിട്ടൊന്നും ഞാൻ നിന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ചിക്കൻ കറി എടുക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ചിക്കൻ കറി റെഡി ഇടിയപ്പമായിട്ട് കഴിച്ചു.